ഹായ് ഹലോ ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഞങ്ങൾ എല്ലാവരും ഇന്ന് രാവിലെ തന്നെ പറമ്പിൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ കൊച്ചു വർത്താനങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ പണികളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് എല്ലാവരും രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ രാവിലത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോവലിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ വള്ളിയൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഒന്നും കൂടി ഒന്ന് കെട്ടിക്കൊടുക്കാനുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തപ്പോൾ നമ്മൾ ഈ വള്ളിയൊക്കെ ഒരു കല്ലിനകത്ത് ഇങ്ങനെ കെട്ടി ഷെയ്ഡിൻ്റെ സൈഡിലോട്ട് ഇങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ. ഇതിന് വീണ്ടും കോവയ്ക്കയുടെ ഒക്കെ കാരണം വെയിറ്റ് ഒക്കെ കയറി കയറി ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് വീണ്ടും വീണ്ടും അതിങ്ങനെ നിരങ്ങി തിരിച്ച് വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ട് വെക്കേണ്ടതുകൊണ്ടാണ് കേട്ടോ നമ്മൾ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊക്കെ ഒന്ന് പിടിച്ച് കെട്ടി വെച്ചു. പിന്നെ കുറേ പുതിയ ആൾക്കാരൊക്കെ ഇങ്ങനെ വള്ളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊക്കെ ഒന്ന് വള്ളിയൊക്കെ ഒന്ന് പടർത്തി വിട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിനകത്തൊരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ചാൽ കുറേ ഇലകളൊക്കെ മഞ്ഞ കളറിൽ വാടിയൊക്കെ നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ ഒഴിവാക്കി വിടുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് പിച്ചിയൊക്കെ ഒന്ന് എടുത്തൊക്കെ ഒന്ന് കളയുന്നുണ്ട്. കാരണം വീണ്ടും അടുത്തതുങ്ങൾക്കും കൂടി അതിൻ്റെ ഒരു ക്ഷതം പറ്റണ്ടാലോ എന്ന് വെച്ചിട്ടാണ് കേട്ടോ നമ്മളിത് ഇങ്ങനെ ഇലകളൊക്കെ ഒന്ന് നുള്ളി കളയുന്നുണ്ട്. അപ്പോൾ ആ ഒരു പരിപാടിയൊക്കെ നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പിന്നെ കുറേ നമുക്ക് ഇന്ന് കോവയ്ക്ക കുറേ നിൽപ്പുണ്ടായിരുന്നു. അതൊക്കെ ഒന്ന് കറക്റ്റായിട്ടൊന്ന് പിച്ചിയൊക്കെ എടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് ഞങ്ങൾ കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ചെയ്യുന്നതും നമുക്ക് ഒരുപാട് ചെയ്യുന്നതായിട്ടും ഫീൽ ചെയ്യത്തില്ല. പിന്നെ നമ്മുടെ കാര്യങ്ങളും അതോടൊപ്പം തന്നെ നടക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരോടൊക്കെ വർത്തമാനമൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതേ കോവയ്ക്കൊക്കെ കുറേ പിച്ചിയെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് പിച്ചിയെടുക്കുന്നുണ്ട്. ഇതിൽ കൂടുതൽ നമ്മൾ ഇനി ഇതിനെ വളരാൻ വിട്ട് കഴിഞ്ഞാൽ അത് പഴുത്തു പോകും. അപ്പം പഴുക്കുന്നതിന് മുമ്പിനെ നമ്മൾ പിച്ചിയെടുത്തിട്ടേ കാര്യമുള്ളൂ കേട്ടോ. കാരണം ഇത് കാണുമ്പോൾ തോന്നും ചെറുതാണെന്ന്, പക്ഷേ ഇത് ചെറുതൊന്നുമല്ല, അത്യാവശ്യം നല്ല രീതിയിൽ വിളവായത് തന്നെയാണ്. ഇനി നിർത്തിയെന്ന പഴുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും കൊള്ളാതാവും. അതിൻ്റെ വിത്തെടുക്കാനും പറ്റത്തില്ല. കാരണം ഒരുമാതിരി വാടിപ്പഴുത്ത പോലെ ഇരിക്കും. എന്നാൽ നമ്മൾ എന്തെങ്കിലും വല്ല തോരനോ അല്ലെങ്കിൽ വെഴുക്കോ എന്തെങ്കിലും ചെയ്യാന്ന് വെച്ചാലും ആ ഒരു ടേസ്റ്റോ കാര്യങ്ങളോ ഒന്നും കറക്റ്റായിട്ട് കിട്ടത്തില്ല. അപ്പോൾ ഇതൊരു അത്യാവശ്യം ഒരു പാകം എത്തുന്നതിന് മുമ്പ് തന്നെ നമ്മൾ പിച്ചി എടുത്തില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ യാതൊരുവിധ പ്രയോജനം ഇല്ലാതായി പോകും കേട്ടോ. അപ്പോൾ ഇത് ഒരു ഏകദേശമൊക്കെ പാകമാകുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാവരും ഇതിനെ തന്നെ പിച്ചി എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് തന്നെ ഈ ഒരു കയറും കാര്യങ്ങളൊക്കെ കെട്ടിക്കൊടുത്ത് വിട്ട് ഇതിനെ കറക്റ്റായിട്ട് തന്നെ ശിഖരങ്ങളൊക്കെ പടർത്തി വിട്ട് നല്ല രീതിയിൽ വെള്ളം കൊടുക്കാമെന്നുണ്ടെങ്കിൽ ഒരുപാട് കായ്ഫലം കിട്ടുന്ന ഒന്നാണ് കേട്ടോ ഈ ഒരു കോവൽ എന്ന് പറയുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ബ്രഹ്മിയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കിളിർത്ത് വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ നല്ലതായിട്ട് നമ്മൾ വെള്ളം കൊടുക്കണം. എപ്പോഴും ഇതിന് വെള്ളത്തിൻ്റെ ഒരു നനവുണ്ടെങ്കിൽ മാത്രമേ ഇത് നല്ല രീതിയിൽ പടർന്ന് പൊയ്ക്കൊണ്ടിരിക്കത്തുള്ളൂ കേട്ടോ. അല്ലെന്നുണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ വാടിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ നമുക്ക് ആ ഒരു സൈഡിൽ നമുക്കൊരു നമ്മുടെ ഒരു പച്ചമുളകിൻ്റെ ഒരു തൈ നിൽപ്പുണ്ടായിരുന്നു. നമ്മൾ ആ ഒരു ഭാഗത്ത് നിൽക്കുന്നത് കൊണ്ട് അത്യാവശ്യം അതിന് നല്ല വെയിലോ കാര്യങ്ങളോ ഒന്നും കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ അതിനെ ഒന്ന് പിഴുത് മാറ്റി നടാൻ നോക്കിയാണ് കേട്ടോ. സക്സസ് ആവോ ഇല്ലയോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും ഇവിടെ നിന്നിട്ട് ഇതിനെ കൊണ്ട് വലിയ പ്രയോജനമോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. കാരണം മുളകൊന്നും അതിനകത്ത് ആവുന്നില്ല. കാരണം നല്ല രീതിയിൽ ഇതിന് വെള്ളവും മറ്റും കിട്ടിയെങ്കിൽ മാത്രമേ, വെള്ളം മാത്രം പോരാട്ടോ, നല്ല സൂര്യപ്രകാശവും കാര്യങ്ങളൊക്കെ കിട്ടിയെങ്കിൽ മാത്രമേ ഇതിനകത്ത് നമുക്ക് മുളകിൻ്റെ ആ ഒരു കായ്ഫലം കിട്ടുകയുള്ളൂ. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ആ ഒരു കുഴിയൊക്കെ ഒന്ന് തോണ്ടി നമ്മൾ അവിടുന്ന് ആ ഒരു മുളകിനെ പിച്ചി മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ റൈറ്റ് സൈഡിൽ കൊണ്ടുവന്നിട്ട് ഒരു അത്യാവശ്യം നല്ലൊരു കുഴിയൊക്കെ എടുത്തിട്ട് അതിനകത്തോട്ട് മാറ്റി നടാന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അങ്ങനെ അതിനു വേണ്ടിയിട്ട് നമ്മളൊരു കുഴി കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് സാധാരണ ഒരു കുഴി പോലെ നമ്മൾ കുഴിച്ചെടുത്താൽ ഈ ഒരു മുളകിനെ നമുക്ക് നടാൻ പറ്റില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിന് കുറേ വേരുകളും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ടല്ലോ. അപ്പം നമ്മൾ ചെറിയൊരു തൈ അല്ലല്ലോ നമ്മൾ ഈ ഒരു കുഴിയിലോട്ട് മാറ്റുന്നത്. വേറൊരു സ്ഥലത്ത് നിന്ന് മുളകിൻ്റെ ഒരു വലിയൊരു തൈയെ നമ്മൾ പിഴുത് നമ്മൾ അടുത്ത സ്ഥലത്തോട്ട് മാറ്റുമ്പോൾ അതിനെടുക്കുന്ന ആ ഒരു കുഴി എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ളത് തന്നെ ആയിരിക്കണം. അല്ലെന്നുണ്ടെങ്കിൽ അതിൻ്റെ വേരിൻ്റെ എല്ലാവർക്കും കൂടി ഇങ്ങനെ ഇരുന്ന് വളരാനുള്ളൊരു സാഹചര്യം വളരെ കുറവായിരിക്കും. അല്ലെങ്കിൽ തന്നെ നമ്മളൊരു ഭാഗ്യ പരീക്ഷണത്തിൻ്റെ പുറത്താണ് കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി നടുന്നത്. അങ്ങനെ ഞാൻ കുഴിയൊക്കെ എടുത്തതിന് ശേഷം കിച്ചൂസിനെയും കൊണ്ട് നട്ട് നോക്കാമെന്ന് വിചാരിക്കുന്നു. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാമല്ലോ. പക്ഷേ എനിക്കൊരു പ്രതീക്ഷയില്ല അത് കിളിക്കുമോ എന്നുള്ളത്. കാരണം അതിൻ്റെ വേരും കാര്യങ്ങളൊക്കെ നമ്മൾ എടുത്ത സമയത്ത് തന്നെ കുറേയൊക്കെ പറഞ്ഞു പോയിട്ടുണ്ടായിരിക്കും. എന്നാലും നമുക്ക് നോക്കാം എത്രത്തോളം സക്സസ് ആവും എന്നുള്ളതല്ലേ ഒരു പരീക്ഷണങ്ങൾ. എന്തായാലും അങ്ങനെ നമ്മുടെ ആ ഒരു കുഴിയിൽ നമ്മൾ ആ ഒരു മുളകൊക്കെ നട്ട് കഴിഞ്ഞു.
പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ തന്നെ നമ്മൾ പുതിയതായിട്ട് നട്ട് കൊടുക്കുന്ന ഒരാൾക്ക് അതിൻ്റെ മൂട്ടിൽ കുറേയൊക്കെ നമ്മൾ എന്താണ് കരിയിലയോ അല്ലെങ്കിൽ പച്ചിലയോ കാര്യങ്ങളോ ഒക്കെ ഇട്ട് കൊടുക്കണം. അത് വാടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അവർ പുതിയ ആൾക്കാരല്ലേ, അപ്പോൾ അവർക്ക് ആ ഒരു മണ്ണുമായിട്ടൊന്ന് സെറ്റായി വരണമെങ്കിൽ നമ്മൾ കറക്റ്റായിട്ട് വെയിലൊന്നും ആദ്യത്തെ സമയങ്ങളിൽ കൊള്ളാതെ തന്നെ നമ്മളൊരു അങ്ങനെയുള്ളൊരു പ്രോപ്പറായിട്ടുള്ള ഒരു കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ ഒരു വളം കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു വെള്ളമാണ് കേട്ടോ കുറച്ചൊന്ന് കൊടുത്ത് നമ്മളതൊന്ന് സെറ്റാക്കി എടുക്കുന്നത്. അങ്ങനെ നമ്മൾ അതിനെ ഏകദേശമൊക്കെ ഒന്ന് ഓക്കെ ആക്കി എടുക്കുന്നുണ്ട്. നമ്മൾ NPKയുടെ വളമായിരുന്നു കേട്ടോ അത് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അത് കുറേ എന്താണ് നമ്മുടെ കൃഷികൾക്ക് മറ്റും കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് കൊടുത്ത് 15 ദിവസത്തിന് ശേഷമാണ് കേട്ടോ നമ്മൾ സെക്കൻഡ് ഡോസായിട്ട് അതിനെ കൊടുക്കേണ്ടത്. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനകത്തെല്ലാം നമ്മൾ സ്പ്രേ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാന്താരിമുളകാണ് കേട്ടോ ഇത്. അപ്പോൾ ഇത് എത്രത്തോളം സക്സസ് ആയി എന്നുള്ള കാര്യം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുവാണ്. ആ ഒരു സമയത്ത് ഇതിൻ്റെ ഇലകളെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ മുരടിച്ച് നിൽപ്പുണ്ടായിരുന്നു. ഇപ്പോൾ അതിനകത്ത് ഇതേ പൂക്കളൊക്കെ വന്നു, അതിനകത്ത് ഇതേ ചെറുതായിട്ട് കായ്ഫലങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് എന്തായാലും കാന്താരിയൊക്കെ പിടിച്ചു തുടങ്ങുന്നുണ്ട്. മറ്റേത് നേരത്തെ ഈ ഒരു ഇലയെ നന്നായിട്ട് മുരടിച്ച് നിന്നിട്ട് നമുക്ക് പൂ വന്നു കഴിഞ്ഞിട്ട് എന്താണത് നമുക്ക് അതിനകത്തുനിന്ന് കാന്താരി ഒന്നും കിട്ടാതെ തന്നെ നല്ല രീതിയിൽ പൊഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾക്ക് ഇപ്പോൾ എന്തായാലും അന്ന് ആ ബൂസ്റ്റ് ചെയ്തതിന് ശേഷം ഇപ്പോൾ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോത്ത് ആവുന്നുണ്ട്. ഇതേ അങ്ങനെ നമ്മുടെ NPK കലക്കിയ വെള്ളമാണിത്. അതും കൂടെ ഞാൻ കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മൾ അന്ന് ഒഴിച്ചെങ്കിൽ നമ്മൾ കുറച്ചും കൂടെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. കാരണം നല്ല ഗ്രോത്ത് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒന്നും കൂടി ഒന്ന് പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുകയാണ്. അപ്പോൾ നേരത്തേക്ക് ഇത് നല്ല രീതിയിൽ കൊഴിഞ്ഞു പോകുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ അതിൻ്റെ ഇലയെന്നൊക്കെ പറയുന്നത് നല്ല രീതിയിൽ നല്ല വളർച്ച വന്നിട്ടുണ്ട്. ആ ഒരു മുരടിപ്പോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ വലുതായിട്ട് ഫീൽ ചെയ്യുന്നില്ല. അതുമാത്രമല്ല ഇതിൻ്റെ ഇലകൾക്കൊക്കെ ഇപ്പം നല്ല രീതിയിൽ കളറൊക്കെ വന്നിട്ടുണ്ട്. മറ്റേത് ഒരുമാതിരി എന്താണ് മുരടിച്ചിട്ട് ഇതിൻ്റെ ഇലകൾക്കും കളർ ഉണ്ടായിരുന്നില്ല. ഒരുമാതിരി എന്താണ് ഒരുമാതിരി പച്ച കളറിലെ പോലുള്ളൊരു കളറൊക്കെ ആയിരുന്നു കേട്ടോ. പക്ഷേ ഇപ്പോഴല്ല, ഇപ്പോഴെന്ന് വെച്ചാൽ നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ടുണ്ട്. അതുപോലെ തന്നെ വലുതായിട്ട് മുരടിപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ആ ഒരു രീതിയിലാണ് കേട്ടോ അവിടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടേ ഇരിക്കുന്നത്. നന്നായിട്ട് തന്നെ അത് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ 2 ദിവസം മുമ്പ് നമ്മൾ കപ്പലണ്ടി പിണ്ണാക്ക് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഏകദേശം ഒന്ന് കുതിർത്ത് നന്നായിട്ട് വെള്ളമായിട്ട് നല്ല ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. നമുക്കിതിനെ ഡയറക്റ്റ് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാൻ പറ്റത്തില്ല, കുറച്ച് വെള്ളവും കൂടെ എടുക്കണേ. കപ്പലണ്ടി പിണ്ണാക്ക് നമ്മൾ 2 ദിവസം വെള്ളത്തിനകത്തിട്ട് കുതിർത്തെടുത്തതാണ്. അതിന് നമ്മുടെ നോർമൽ വെള്ളത്തിനകത്തേക്ക് നമ്മളിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ വാഴയ്ക്ക് ഒഴിക്കാൻ പോകണം. ഏറ്റവും സൂപ്പർ വളമാണ് കേട്ടോ കപ്പലണ്ടി പിണ്ണാക്ക്. എല്ലാവരും കപ്പലണ്ടി പിണ്ണാക്ക്. അങ്ങനെ നമുക്കിതിനെ ഒന്ന് വെള്ളമായിട്ടൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ തന്നെ ആ ഒരു എന്താണ് കപ്പലണ്ടി പിണ്ണാക്കെന്ന് പറയുന്നത് ഒരു നല്ലോണം വെള്ളത്തിനകത്തൊക്കെ ലയിച്ച് നല്ലൊരു സ്മെല്ലും കാര്യങ്ങളൊക്കെ വന്ന് നല്ലൊരു എഫക്റ്റായിട്ട് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബക്കറ്റിന് അരപാത്രം വെള്ളം എടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്തേക്ക് ഈ ഒരു കപ്പലണ്ടി പിണ്ണാക്കും കൂടി ഒന്ന് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കണം. അല്ലെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തിക്നെസ്സും കാര്യങ്ങളൊന്നും നമുക്ക് ഡയറക്റ്റായിട്ട് നമുക്ക് വാഴയ്ക്കോ കാര്യങ്ങൾക്കോ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം കേട്ടോ. സത്യം പറയാനാണെന്നുണ്ടെങ്കിൽ ഈ പശുവിനൊക്കെ കാടി കൊടുക്കുന്ന ആ ഒരു പ്രൊസീജിയർ ഇല്ല, അത് തന്നെയാണ് കേട്ടോ ഇവിടെയും ചെയ്യേണ്ടത്. അങ്ങനെ നല്ല രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ ആ ഒരു കപ്പലണ്ടി പിണ്ണാക്കൊക്കെ നമ്മുടെ വെള്ളത്തിനോടൊക്കെ തന്നെ നന്നായിട്ട് ലയിച്ച് ഇപ്പോൾ ആ ഒരു വൈറ്റ് കളർ എന്നുള്ളത് ഇച്ചിരി കൂടെ ക്രീമി കളറായിട്ട് നല്ല രീതിയിൽ തന്നെ പ്രോപ്പറായിട്ട് തന്നെ നമുക്കത് കലങ്ങി കിട്ടിയിട്ടുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഈ ഒരു കുഞ്ഞു വാഴയൊക്കെ ഇങ്ങനെ കിളിർത്ത് വരുന്നുണ്ട്. അതിനകത്തേക്ക് നമ്മൾ എന്താണ് ആട്ടുംപുളുക്കയും മറ്റും ചാമ്പലും ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ ഇന്ന് നമ്മൾ വീണ്ടും നമ്മുടെ കപ്പലണ്ടി പിണ്ണാക്ക് ഇട്ട് കലക്കിയ വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ്. അങ്ങനെ അതിനെ നമ്മൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ നമ്മുടെ ഏത്തവാഴയുടെ കൊലയുടെ ഒരു വാഴയാണിത് കേട്ടോ. അതിനകത്തേക്ക് നമ്മൾ 4 സൈഡിലും മണ്ണൊക്കെ നന്നായിട്ട് മാന്തിയിട്ട് NPKയുടെ ആ ഒരു വളം നമ്മൾ ഡൈല്യൂട്ട് ചെയ്യാതെ തന്നെ കുറച്ച് നമ്മൾ ഈ വാഴയ്ക്കൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മുടെ ചേമ്പിനൊരു പരീക്ഷണം എന്ന രീതിയിൽ നമ്മൾ ഡയറക്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിന് മറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് കേട്ടോ നമ്മൾ ധൈര്യമായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഈ ഒരു വളമെന്ന് പറയുന്നത് നമ്മുടെ വാഴയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന വളം തന്നെയാണ്. അങ്ങനെ NPK എന്ന് പറയുന്ന വളമാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിനുശേഷം നമ്മൾ ഈ ഡൈല്യൂട്ട് ചെയ്ത് വെച്ചിരുന്ന നമ്മളുടെ കപ്പലണ്ടി പിണ്ണാക്ക് മിക്സ് ചെയ്ത വെള്ളവും കൂടെ നമ്മൾ നല്ല രീതിയിലൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വീണ്ടും നമ്മൾ അടുത്ത ആ ഒരു വാഴയ്ക്കും കൂടെ 4 സൈഡിലും നന്നായിട്ട് മണ്ണൊന്ന് മാന്തി എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ഒരു വളം ഇട്ട് കൊടുക്കാതിരിക്കുന്ന സമയത്താണെങ്കിലും നല്ല രീതിയിൽ മണ്ണുകളൊക്കെ ഇതിൻ്റെ ആ ഒരു ഭാഗത്തൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാമെങ്കിൽ നമ്മൾ നോർമലി ഒഴിക്കുന്ന വെള്ളം പോലും പ്രോപ്പറായിട്ട് അതിന് വലിച്ചെടുക്കുന്നതിനും മറ്റും പെട്ടെന്ന് സഹായിക്കും കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊക്കെ നിങ്ങളൊന്ന് ചിക്കി കൊടുത്തിരിക്കുക, കറക്റ്റായിട്ട് വളങ്ങൾ കൊടുക്കുക. അപ്പം നല്ലൊരു കായ്ഫലം തന്നെ നമുക്ക് ഈ ഒരു വാഴയിൽ നിന്നും കിട്ടും. നമ്മൾ ഈ കോവലിൻ്റെയും പാവലിൻ്റെ
ഒക്കെ കാര്യം പറയുന്ന പോലെ ഇവർക്കും നല്ല രീതിയിൽ വെള്ളം കൊടുത്തേ ഒക്കത്തുള്ളൂ കേട്ടോ. എങ്കിൽ മാത്രമേ ആ ഒരു നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു കായ്ഫലം അതിനകത്തുനിന്ന് കിട്ടുകയുള്ളൂ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് വേണ്ടുന്ന വളങ്ങൾ കൊടുക്കുക, നല്ല രീതിയിൽ വെള്ളം കൊടുക്കുക, എല്ലാവരെയും കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളൂ ഇത് കേട്ടോ. എന്തായാലും മസ്റ്റായിട്ടും എല്ലാവരും ഇതൊന്ന് ചെയ്ത് തന്നെ നോക്കിക്കോളൂ കേട്ടോ. നമ്മുടെ പറമ്പിൽ ഇങ്ങനെ കിട്ടുന്നതൊക്കെ ഒന്ന് കഴിക്കുന്നത് തന്നെ ഭയങ്കര ഒരു ഭാഗ്യമായ കാര്യം തന്നെയല്ലേ. അങ്ങനെ ഞാൻ ആ ഒരു NPKയുടെ വളവും അതിനകത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആ ഡൈലൂട്ട് ചെയ്ത് വെച്ചിരുന്ന ആ വെള്ളവും കൂടെ നല്ല രീതിയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നേരത്തെ ഇതിനകത്ത് മീനിൻ്റെ വേസ്റ്റ് വളം ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെയെന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളൊരു വളം തന്നെയാണ്. പിന്നെ ഈ ഒരു ചൂട് സമയം കൂടുതലായതുകൊണ്ട് നല്ല രീതിയിൽ എത്രത്തോളം വെള്ളം കൊടുക്കാവോ അത്രത്തോളം നല്ല രീതിയിൽ വെള്ളം കൊടുക്കേണ്ടതാണ് കേട്ടോ. പിന്നെ നമുക്ക് വീണ്ടും അതിനപ്പുറത്തോട്ട് ചെറിയൊരു വാഴയും കൂടെ നിൽപ്പുണ്ടായിരുന്നു. ഇതൊക്കെ എന്ന് പറയുന്നത് നമ്മുടെ കപ്പപ്പഴത്തിൻ്റെ പിന്നെ വാഴയുടെ വിത്താണ് കേട്ടോ നമ്മൾ വെച്ചിരിക്കുന്നത്. അതൊന്ന് ചെറുതായിട്ട് ഞാൻ ആദ്യമേ ഒന്ന് ചിക്കി കൊടുത്തിട്ട് അതിനേക്ക് നല്ലോണം അതിൻ്റെ ആ ഒരു ഭാഗത്തേക്ക് മണ്ണ് നന്നായിട്ട് അതിൻ്റെ മൂട്ടിലോട്ടൊന്ന് വെട്ടിക്കൂട്ടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമ്മൾ ഈ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇതിൻ്റെ മണ്ണ് ആ 4 ഭാഗത്തേക്കും പോകുന്നത് സ്വാഭാവികമായ കാര്യമാണ്. അത് നമ്മളിനി എത്ര വെട്ടിക്കൂട്ടി ഇട്ട് കൊടുത്താലും വെള്ളം ഒഴിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ആ ഒരു ശക്തി കാരണം മണ്ണൊക്കെ നല്ല രീതിയിൽ ഒലിച്ച് മാറിപ്പോകും. പക്ഷേ അതുകൊണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നമ്മുടെ ആ ഒരു വളം നമ്മൾ കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ. കാരണം ഇത് നിങ്ങൾ കുഞ്ഞല്ലേ, ഒരുപാട് ഇട്ട് കൊടുത്ത് വാടി പോകണ്ടാലോ എന്ന് വെച്ചിട്ട് വളരെ തുച്ഛമായ രീതിയിൽ ചെറുതായിട്ടൊന്ന് വിതറിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ആ ഒരു ഡൈലൂട്ട് ചെയ്ത് വെച്ചിരുന്ന വെള്ളം നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ നിൽക്കുന്ന മാവൊക്കെ നല്ല ഇനത്തിലെ മാവുകൾ തന്നെയാണ് കേട്ടോ. അവർക്കും കുറേയൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അപ്പുറത്തോട്ട് മാറിയിട്ടും അത്യാവശ്യം നല്ല രീതിയിൽ വളർന്നിട്ടുണ്ടായിരുന്ന ഒരു വാഴ ഉണ്ടായിരുന്നു. ആ ഒരു വാഴയ്ക്കും കൂടെ 4 സൈഡിൽ നന്നായിട്ട് നമ്മൾ മണ്ണൊന്ന് ഇളക്കി ചിക്കി കൊടുത്തതിന് ശേഷം നമ്മൾ വീണ്ടും ആ ഒരു വളം കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചീരയൊക്കെ ഞാൻ പറയുന്നത് പോലെ തന്നെ ഏകദേശമൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇപ്പം നമുക്ക് ഈ ചീരയ്ക്കകത്തുനിന്ന് ചീരയൊന്നും കിട്ടുന്നില്ല. നമ്മൾ മറ്റ് ചീരയൊക്കെ നമ്മൾ പാവി വെച്ചിട്ടുണ്ട്. ഇനി അത് പിരിച്ച് നടാൻ വേണ്ടിയിട്ടുള്ള ഗ്രോത്തോ കാര്യങ്ങളോ ഒന്നും ആയിട്ടില്ല. നമ്മൾ ആ ഒരു ട്രേയിൽ തന്നെ ഇങ്ങനെ വെച്ചിരിക്കുന്നേ ഉള്ളൂ. ചെറുതായിട്ടല്ലേ ഉള്ളൂ നമ്മൾ അവിടെ ഇങ്ങനെ വെള്ളം നനച്ച് കൊടുക്കത്തുള്ളൂ. കാരണം ഓവറായിട്ട് നമ്മൾ വെള്ളം നനച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു അടിഭാഗം എന്ന് പറയുന്നത് നന്നായിട്ട് അഴുകി പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതിനകത്തിരുന്ന് ഗ്രോത്ത് ആവാനും കുറച്ച് ടൈം എടുക്കും. പക്ഷേ അവരെ ഒന്ന് പിരിച്ച് നടണമെങ്കിൽ അവർ കുറച്ചും കൂടി ഒന്ന് വളർന്ന് വന്നെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിത് പിരിച്ച് നടാത്തത്. പിന്നെ നമ്മുടെ ഈ നിൽക്കുന്ന ചീരയ്ക്കകത്തു നിന്നും കുറേ വിത്തുകളൊക്കെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ അതിനെ നിർത്തിയിരിക്കുന്നത്. പിന്നെ ഇതെന്ന് പറയുന്നത് നമ്മുടെ വെണ്ടയുടെ ആ പൂവാണ് കേട്ടോ. ഈ ഒരു പൂ കഴിഞ്ഞിട്ട് നമുക്ക് ആ ഒരു കായ്ഫലമൊക്കെ കിട്ടിത്തുടങ്ങും, വീണ്ടും കിട്ടിത്തുടങ്ങുന്നതായിരിക്കും. പിന്നെ നമ്മുടെ പടവലങ്ങയുടെ ആ ഒരു സൈഡിലൊക്കെ നമ്മൾ പേപ്പറൊക്കെ കുത്തിയിട്ട് കൊടുത്തിട്ടും പ്രോപ്പറായിട്ട് അത് ആവുന്നില്ല. എൻ്റെ കയ്യിൽ ഫുൾ അതിൻ്റെ ഡൈലൂട്ട് ചെയ്തതിൻ്റെ ആ വേസ്റ്റും കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പടവലങ്ങയൊക്കെ ഒരുപാട് പുതിയ കുട്ടികൾ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളിങ്ങനെ പേപ്പർ കുത്തിയിട്ടിരുന്ന ആ ഒരു പടവലങ്ങയൊക്കെ ഏകദേശമൊക്കെ ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ നമ്മളീ കാണുമ്പോൾ ഇങ്ങനെ പിടിച്ചു വെക്കുമ്പോൾ നമുക്ക് തിക്നെസ്സും കാര്യങ്ങളൊക്കെ തോന്നും. പക്ഷേ ഇതൊന്നും ഒന്നും ആയിട്ടില്ല. ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വലിപ്പം വെക്കുന്നത് തന്നെയാണ് കേട്ടോ. ഇതിന് നേരത്തെ ആയിട്ടുണ്ടായിരുന്ന പടവലങ്ങ നമുക്ക് ആ ഫ്രണ്ട് സൈഡിൽ നിൽക്കുന്ന ഒരു പടവലങ്ങ ഉണ്ടായിരുന്നല്ലോ, അതുപോലും ഏകദേശം നമുക്ക് പിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആയിട്ടുണ്ടാവില്ല കേട്ടോ. കാരണം കുറേയും കൂടി ടൈം എടുത്തെങ്കിൽ മാത്രമേ അതിനൊക്കെ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ആ ഒരു വളർച്ച കഴിയത്തുള്ളൂ. പിന്നെ കുറേയൊക്കെ ഇങ്ങനെ പടവലത്തിനെ നമ്മൾ കഴിഞ്ഞ ദിവസം എനിക്കൊരാൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ഇതിനെ വേറൊരു രീതിയിലൊന്ന് ചെയ്യാനെ കൊണ്ട് ഇനി നമുക്ക് ആ ഒരു രീതിയിലൊന്ന് പേപ്പറൊക്കെ ഒന്ന് കുത്തിയിട്ട് കൊടുക്കണം. അപ്പോൾ ഏകദേശമൊക്കെ കുറേയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പോൾ അവരെയൊക്കെ നമുക്കൊന്ന് പേപ്പറൊക്കെ കുത്തിയിട്ട് കൊടുക്കണം കേട്ടോ. അതേ നോക്കിക്കേ, ഈ ഒരു പാവയ്ക്ക് നമ്മൾ കഴിഞ്ഞ ദിവസം പേപ്പർ കുത്തിയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നതായിരുന്നു കേട്ടോ. പക്ഷെ അതിനകത്ത് ആ ഒരു ഈച്ചയുടെ ശല്യം കാരണം ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ അതിനകത്തും കൊത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വളർച്ച കറക്റ്റായിട്ട് നടന്നില്ല, കുറച്ചൊന്ന് ശോഷിച്ചു പോയി, ചെറുതായിട്ട് അതിനൊന്ന് വലിപ്പം കുറഞ്ഞിട്ടുണ്ട്. സത്യത്തിൽ ഇത് കുറച്ചും കൂടെയൊക്കെ വലിപ്പം വെക്കുന്ന തരത്തിലുള്ള പാവയ്ക്കാണ് കേട്ടോ. പിന്നെ ആ ഒരു സൈഡിലുള്ള പാവയ്ക്കയിലൊക്കെ ഇങ്ങനൊരു ശല്യമാണ് വരുന്നത്. നമുക്കപ്പോൾ ഇതിനെ പ്രിവെൻറ്റ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്നും കൂടി ഒന്ന് കാര്യമായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കേണ്ടതുണ്ട്. നമ്മളതിനെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് അതുങ്ങളെ ഒന്നും കിട്ടത്തില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തേക്ക് ഒരു വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോസുകളൊക്കെ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ബായ്.